ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോഴും ബുഡാപെസ്റ്റിൻ്റെ ആ ഒരു സിറ്റിക്കുള്ളിൽ തന്നെയാണ് കറങ്ങുന്നത്. 3-4 ദിവസമുള്ളതിനാൽ പല ഭാഗങ്ങളും നമുക്ക് കണ്ടു തീർക്കാനുണ്ട്. ഇതിപ്പം പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ആ ഒരു ഭാഗവും അതുപോലെ തന്നെ സിറ്റിയിലെ മറ്റുള്ള ഭാഗങ്ങളൊക്കെ കാണുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം. എല്ലാവർക്കും നമ്മുടെ പുതിയ ബുഡാപെസ്റ്റ് വീഡിയോയിലോട്ട് സ്വാഗതം. പാർലമെൻറ്റിൻ്റെ ഫ്രണ്ട് വ്യൂ ആണിത്. ദനൂബ് നദിയോട് ചേർന്ന് പഴയ ക്യാമറ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്ന ഒരു സംഭവം ഇതാ ഇവിടെ ഉണ്ട്. പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ ഇവർ എടുക്കുമെന്ന് തോന്നുന്നു. പണ്ടത്തെ ക്യാമറ. ചരിത്രപ്രധാനമായ പല കാര്യങ്ങളും ഈ ദനൂബ് റിവറിന് പറയാനുള്ളതാണ്. നമ്മളിപ്പോൾ നടന്ന് ഈ പാർലമെൻറ്റ് ഹൗസിൻ്റെ മുന്നിൽ കൂടെ നടന്ന് നമ്മൾ വരും. ഇവിടെ കുറേ ഷൂസുകളൊക്കെ കിടക്കുന്നുണ്ട്. ഇത് പണ്ട് ഇവിടെ നടന്ന ഒരു കൂട്ടക്കൊലയുടെ ഒരു മെമ്മറിയാണ് ഇതെല്ലാം. ഇത് പണ്ട് ഇവിടെ നിന്ന് ജൂസിനെ, അതായത് ഇസ്രയേലികളെ അടിച്ചോടിച്ചപ്പോൾ ഇവിടെ നഷ്ടപ്പെട്ട അവരുടെ ജീവനൊക്കെ കിട്ടാൻ വേണ്ടി അവർ ഓടി രക്ഷപ്പെടുന്ന സമയത്ത് അതിൻ്റെ ഒരു സ്മാരകം പോലെ ഇരിക്കുന്നതാണ്. ജർമ്മനി വന്നിട്ട് ഹംഗറിയെ ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഏതാണ്ട് 825,000 ജൂതന്മാരുണ്ടായിരുന്നു. അപ്പം പലരെയും അവർ ഇവിടെ നിന്ന് ഓൾറെഡി ഡിപ്പോർട്ട് ചെയ്തു വേറൊരു രാജ്യത്തോട്ട്. അവർ അവിടെ നിന്ന് അതിൽ പോകാതെ രക്ഷപ്പെട്ട് ഇതിനകത്ത് തന്നെ ഉണ്ടായിരുന്നവരെ ഇവിടെ ഹിറ്റ്ലർ ഈ ഷൂസെല്ലാം ഇവിടെ തന്നെ ഊരി വെച്ച് ഇവരെ ഇതിനകത്ത് തള്ളിയിട്ട് കൊന്നു എന്നുള്ളതാണ് ഹിറ്റ്ലറിൻ്റെ ആ ഒരു സമയത്തുള്ള ചരിത്രമാണ്. ഈ ഷൂസൊക്കെ ഓരോ ജൂതൻ്റെയാണ്. അപ്പോൾ എത്രമാത്രം ക്രൂരമായ കാര്യങ്ങൾ ഈ ലോകത്ത് നടന്നു, ഇവിടെ യൂറോപ്പിൽ നടന്നു എന്നുള്ളത് ഇതൊക്കെ കാണുമ്പോഴത്തേ നമുക്ക് ഭയങ്കര മനുഷ്യൻ്റെ ഓരോ അവസ്ഥ മനസ്സിലാക്കുമ്പോൾ നമ്മളൊക്കെ എത്രയോ ഭാഗ്യം ചെയ്തവരായ ആൾക്കാരാണ്. ആ സമയങ്ങളിൽ എന്തൊക്കെ സംഭവങ്ങളാണ് നടന്നത്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ എന്തൊക്കെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഒരു 50 വർഷം 100 വർഷം മുമ്പ്. നമുക്ക് ഈ ഒരു ക്രൂസിൽ പോവാം. ഇവിടെ അതിൻ്റെ ഇൻഫർമേഷനൊക്കെ പറയുന്നുണ്ട്. 17 യൂറോ പെർ ഹെഡ്. നമുക്ക് ഒരു 7 മണി ആകുമ്പോഴത്തേക്കും ഈ ക്രൂസിൽ കയറിയാൽ 9 മണി ഒരു നൈറ്റിൽ ഇതെല്ലാം കറക്കി കാണിച്ചിട്ട് ഡിന്നറെല്ലാം അതിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ്. എന്നിട്ട് തിരിച്ചിവിടെ കൊണ്ടുവിടും. 17 യൂറോ പെർ ഹെഡ്. നമ്മളങ്ങനെ ഈ ഒരു ഹോപ്പ് ഓഫ് ബസ്സിൽ നമ്മൾ ടിക്കറ്റ് എടുത്തപ്പോഴത്തേക്ക് നമുക്ക് ബോട്ടൂടെ ഇൻക്ലൂഡഡ് ആയിരുന്നു ആ ടിക്കറ്റ്. അപ്പം ആ ബോട്ടിൻ്റെ ആ ഭാഗത്തോട്ടൊന്ന് വരുവാണ്. പറ്റിയാൽ ഒന്ന് കയറാമെന്ന് വിചാരിച്ച് നോക്കാം. ഇവിടെ ആണ്. നാളെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വരാം. ടിക്കറ്റ് 2 ദിവസത്തേക്കാണ് എടുത്തിരിക്കുന്നത്. നമ്മളങ്ങനെ ആ ഒരു സൈറ്റ് സീയിങ് ബുഡാപെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബിഗ് ബസ്സിൻ്റെ ടിക്കറ്റ് എടുത്തില്ല. അതിൻ്റെ ആ ഒരു ബോട്ടിലോട്ട് കയറുക. നമ്മളങ്ങനെ ബോട്ട് യാത്രയ്ക്ക് വേണ്ടി ബോട്ടിൽ വന്നിരിക്കുകയാണ്. ബോട്ടിലും ഉണ്ട് ബാറും കാര്യങ്ങളൊക്കെ. ജസ്റ്റ് യൂറോപ്പിൽ വരുമ്പം കിട്ടുന്ന ഒരു ഹോട്ട് വൈനുണ്ട്. അത് ജസ്റ്റ് ഒരു ഗ്ലാസ് വാങ്ങി, ഒരു കപ്പ്, ഒരു ബിയറും.
നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ദനൂബ് റിവറിനകത്ത്. ആൾക്കാരെല്ലാം ബിയറും ഒക്കെ വാങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്. നമ്മളങ്ങനെ ആ ഒരു ബോട്ടിൽ കയറി ദനൂബ് റിവറിൽ കൂടെ നമ്മളങ്ങനെ മൂവ് ചെയ്യുകയാണ്. നല്ല ആഴമുള്ള നദിയാണിത്. ഈ നദിക്കുള്ള ഒത്തിരി ജൂതന്മാരെ എറിഞ്ഞു കൊന്നിട്ടുണ്ട്. നമ്മളിതിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ ഒരു ചരിത്രം ഈ നദിക്ക് പറയാനുണ്ട്. നമ്മളിപ്പോൾ വന്നിട്ട് ഈ ഒരു റിവർ ക്രൂസിലാണ്. റിവർ ക്രൂസിൽ ദനൂബ് റിവറിൽ കൂടി പോകുന്നു. ഇപ്പോൾ സമയം 4 മണി. നല്ല കാറ്റും തണുപ്പുമുണ്ട് ഈ ഓപ്പൺ ഏരിയയിൽ നമ്മൾ നിൽക്കുമ്പോൾ. ഇതാണ് ഹംഗേറിയൻ പാർലമെൻറ്റ്. അതിൻ്റെ ഒരു റിവർ വ്യൂ ആണ് ഈ കാണുന്നത്. നമ്മളതിൻ്റെ മുന്നിൽ കൂടെയൊക്കെ നടന്നു പോയിരുന്നു കുറച്ച് മുമ്പ്. ഈ ഒരു പാക്കേജിനകത്ത് നമുക്കിങ്ങനെ ആ ഒരു ഇതിൽ കൂടി 1 മണിക്കൂറോ അരമണിക്കൂറോ എന്തോ ഒരു ബോട്ട് യാത്ര മാത്രമേ ഉള്ളൂ. ഡിന്നർ ക്രൂസും മറ്റു കാര്യങ്ങളൊക്കെ വേറെ ക്രൂസ് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഇത് ജസ്റ്റ് നമുക്കിങ്ങനെ ഇതിൽ കയറി ഇതിൽ കൂടി ഒരു യാത്ര, അത്രേ ഉള്ളൂ. കുറച്ചു നേരം ഞാൻ മുകളിലായിരുന്നു ഈ ഒരു ക്രൂസിൻ്റെ. ഇതിന് ശേഷം എന്താ താഴെ ഇറങ്ങി വന്നു. ഇതാ ഇവിടെ ഇരിക്കുക ഇങ്ങനെ. Keep your eyes on the right because you can already see the Buddha Castle high above. The Buddha Castle, one of the best known images of Beethoven's and Queen's live. Buddha Castle is a remarkable castle and one of Budapest's and Hungary's most magnificent symbols, along with the chain bridge to which it is linked. Nowadays, Buddha Castle is houses of the National Széchenyi Library, the Budapest History Museum, and the Hungarian National Gallery. The imposing Buddha Castle sits at the top of Castle Hill and offers an impressive panoramic view over Pest and the river. It rises 70 meters towards the Danube. Below the fourth Hungarian king started its construction in 1243 after the first Mongolian invasion of the country. Within the framework of Hungarian history, we mention this invasion as Tatárjárás. The castle and its guard. ബോട്ടിൽ നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഇവിടുത്തെ ഗൈഡ് ഇതിനെ പറ്റിയുള്ള വിവരണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓരോ ഭാഗങ്ങൾ കാണുമ്പോൾ അതിൻ്റെ വിവരണങ്ങളുണ്ട്. Since the 15th century, it has been called Saint Gellert-hegyen, in English the Hill of Saint Gerard, referring to the legend about the death of Saint Gerard. The bishop was assassinated by the pagans during the Great Pagan Rebellion in 1046. He was put in a barrel and rolled down into the deep from the top of the hill. After the assassination of Saint Gerard, the hill was not populated. From the 18th century, the hillsides were covered with vineyards. The Toban district at the foot of the hill was an important center of winemaking in Buda, a strategic site for shelling both Buda and Pest in the event of a future revolt. The fortress is a U-shaped structure built about a central courtyard, being 220 meters long, 60 meters wide, and 4 meters tall. It had a complement of 60 cannons. The city during the assault that overthrew the Hungarian government led by Imre Nagy.
of technology which has university rank and structure. It was the first institute in Europe to train engineers at university level. The BMN, founded in 1782, it is one of the leading research universities of Hungary and is well known for its scientific results abroad. One of our greatest poets. Its old name was Horthy Miklós Bridge, named after Governor Miklós Horthy. The bridge was also blown up during the Second World War. Its rebuilt version was inaugurated in 1952 when it also took on its new name Petőfi Bridge. ഹംഗറിയിലെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ് ആയി കാണുന്നത് Line H7, which connects the population of the Chapel Island to the city center by its being connected 6 tram, more than 200 bus and 15 trolley lines, making the city transport as easy as it can be. ഇപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് ധനൂബിനെ പറ്റിയാണ്. ബ്ലാക്ക് ഫോറസ്റ്റിൽ നിന്ന് തുടങ്ങി, ജർമ്മനിയിൽ ബ്ലാക്ക് ഫോറസ്റ്റിൽ നിന്ന് തുടങ്ങി ബ്ലാക്ക് സീയിൽ ചെന്ന് അവസാനിക്കുന്ന ഈ ഒരു റിവർ ഏതാണ്ട് 2500 മുകളിൽ ആണ് കിലോമീറ്ററാണ് നീളം. അതുപോലെ തന്നെ ഈ ഭാഗത്ത് 6 മീറ്ററാണ് ഇതിൻ്റെ ആഴം. 4 മേജർ സിറ്റി കൂടെ ഇത് പോകും. വിയറ്റ്ന, ബുഡാപെസ്റ്റ്, അങ്ങനെ വേറെ 2 സിറ്റിയും കൂടെ കവർ ചെയ്തിട്ടാണ് ഈ ധനൂബിൻ്റെ ഒഴുക്ക്. In English, the whale. The building is a large-scale glass-fronted building. It got its name from its shape, resembling the marine animal going into the water. The bar now hosts concerts, cultural programs, and children's workshops. Inside there is the Budapest Unknown Photo Art Gallery, the New Budapest Gallery, several restaurants and cafes. Its terrace is a popular spot to dipple and chat on summer nights. You can listen to loud music in the restaurants and you can see some street performers around. The building itself appeared in the movie called The Martian, which was released in 2015. The building served as the headquarters of the NASA, the space agency in this picture. Although radically different in structure, the bridge initiates the general outline of a chain-type bridge, which was considered ഇത് 19th സെഞ്ച്വറിയിൽ പണിത ബ്രിഡ്ജാണ്, ലിബർട്ടി ബ്രിഡ്ജ്. ദ ഷോർട്ടസ്റ്റ് ബ്രിഡ്ജ് എന്നാണ് അവർ പറയുന്നത്. opened in the presence of Emperor Franz Joseph. The last silver rivet on the dash equipment was inserted into the iron structure by the emperor himself, and the bridge was originally named after him. ഇതാ കൺസ്ട്രക്ഷൻ ആണല്ലോ, എത്ര ക്ലീൻ ആൻഡ് നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ഇപ്പോഴും നിൽക്കുന്നത്. അതാണ് അതിശയം. The tool is a mythological bird of prey, mostly depicted as a falcon in Hungarian and അങ്ങനെ നമ്മൾ ബോട്ട് യാത്രയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നു. ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങി വെളി വന്നു. അതിന് ശേഷം അവിടെ കുറച്ച് നേരം കറങ്ങിയതിന് ശേഷം നമ്മൾ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സിൽ കയറി. ഇപ്പോൾ നമ്മൾ ബുഡാപെസ്റ്റിലെ ആ ഒരു ഭംഗിയുള്ള ഈ ഒരു ഭാഗത്തൂടെയൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഇത് സിനഗോഗാണ്, ജൂതന്മാരുടെ സിനഗോഗ്. ഇവിടുത്തെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സിനഗോഗാണ് ഈ ബുഡാപെസ്റ്റിൽ കാണുന്ന ഈ സിനഗോഗ്. ഇവിടെ ജൂതന്മാർ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഈ ഒരു സിനഗോഗ് കാണാനും ഇവിടുത്തെ ചരിത്രങ്ങൾ ജൂതന്മാരുടെ അറിയാനും പഠിക്കാനും വേണ്ടി വരുന്നുണ്ട്. നമുക്ക് ഏത് ഭാഗത്ത് ചെന്നാലും ബുഡാപെസ്റ്റിൽ ഒരു വലിയ ജൂതന്മാരുടെ ഒരു ടൂറിസ്റ്റ് ഗ്രൂപ്പിനെ തന്നെ കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ പിന്നെയും ഈ ഒരു ബസ്സിൽ ഇങ്ങനെ കറങ്ങിയാണ്.
അങ്ങോട്ടും ഇങ്ങോട്ടും ആകെപ്പാട് വണ്ടി ഓടിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല. ഇത് ഇവിടുത്തെ ഓപ്പറ ഹൗസാണ്. അവിടെ നമുക്ക് ബലൂൺ, ഒരു ബലൂണിൽ ഇങ്ങനെ പൊങ്ങിപ്പോകുന്ന ആ ഒരു സംഭവം ഇവിടെ ഉണ്ട്. നമ്മളിങ്ങനെ ബിഗ് ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുവാണ് സിറ്റികൾക്കുള്ളിൽ കൂടെ. ബുഡാപെസ്റ്റിലെ ഓരോ തെരുവുകളും നമ്മളിപ്പം കാണുന്നുണ്ട്. കോഫി ഷോപ്പ് ഉണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോഫി ഷോപ്പ്. ഇവിടുത്തെ റൈറ്റേഴ്സിനും അതുപോലെ തന്നെ മിലിറ്ററി ഉദ്യോഗസ്ഥർക്കും ഒക്കെ വന്നിരുന്ന കോഫി കുടിക്കുന്ന ഹിസ്റ്ററിയുള്ള ഒരു കോഫി ഷോപ്പ്. ഇവിടെ ഒത്തിരി അടുത്ത് കാണാം സ്പാർ എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് പോലത്തെ ഒരു സംഭവം. സ്പാർ കാണുന്ന സ്പാർ ഇഷ്ടം പോലെ എടുത്തുണ്ട്. സ്പാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോർ. പുറമേ വിളിച്ചോതുന്ന ടൈപ്പ് ഓഫ് ബിൽഡിങ്സ് മൊത്തം. നമ്മളങ്ങനെ സിറ്റി എല്ലാം കറങ്ങി ഇപ്പോൾ ഈവനിങ് ആയി. ഇപ്പം തന്നെ സൂര്യാസ്തമനം ആകുന്ന സമയമായി. ഇതാണ് നമ്മളെ ജാപ്പനീസ് തായ് റെസ്റ്റോറൻറ്റിലെ അപ്പിറ്റൈസർ. ഞാൻ ഓർഡർ ചെയ്ത മെയിൻ ഡിഷാണ് സീ ഫുഡ്, പൈനാപ്പിൾ ആൻഡ് വാട്ട് എവർ ഇറ്റ് ഈസ്, ഷ്രിംസും എല്ലാം മിക്സ് ചെയ്തിട്ടൊരു ഡിഷാണ്. ഇത് ടോമിയോം സൂപ്പ്. നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റാണിത്. എന്താ ഇവിടോട്ട് നമ്മളൊന്ന് കയറുന്നത് നമ്പർ 5. ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. ബുഡാപെസ്റ്റിൽ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ ഹോൾവേ ആണിത്, കോറിഡോർ. മോസ്റ്റ്ലി എല്ലാം Airbnb ആണ്. ഈ ബ്ലാക്ക് കളർ ബോക്സ് ഉള്ള എല്ലാ അപ്പാർട്ട്മെൻറ്റും മോസ്റ്റ്ലി Airbnb കൊടുക്കുന്നതാണ്. ഇത് കീ ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി അവർ വെച്ചിരിക്കുന്നൊരു കീ ബോക്സായത്. നമ്മളങ്ങനെ വീടിനകത്ത് ഇന്നത്തെ ട്രിപ്പെല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നു.